Hello. Let us go through the concept of refraction. In your junior classes you have studied, that means up to in the 10th class you have studied that refraction is the bending of light beam. Light beam ബെൻഡ് ചെയ്യുന്നതിനെയാണ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ലൈറ്റ് ബീം ബെൻഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. ഒരു ബീക്കർ and take some water in the beaker. When you put a pencil, you will feel that the pencil has a bend at this point. This is the a practical experiment you did in your junior classes. Light ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ട്രാക്കിന് ഒരു ചെറിയ ബെൻഡിങ് വരും. ആ ബെൻഡിങ് ആണ് റിഫ്രാക്ഷന് കാരണം. ആക്ച്വലി അതിൻ്റെ കാരണം why the bending? That is due to the velocity difference. Velocity difference. ലൈറ്റ് വേവ് പല മീഡിയത്തിൽ പല വെലോസിറ്റിയിലാണ് പോകുന്നത്. ഒരു മീഡിയത്തിൽ മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയിൽ വ്യത്യാസം വരുമ്പോൾ ട്രാക്കിൽ പെട്ടെന്നൊരു വ്യത്യാസം വരും. വണ്ടി ഓടിക്കുമ്പോൾ അറിയാം, വണ്ടി ഓടിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ രണ്ട് വീലും ഒരേ സ്പീഡിലാണ് പോകുന്നത്. പെട്ടെന്നൊരു വീലിൻ്റെ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സൈഡിലേക്ക് വെട്ടും. ഏതെങ്കിലും കാരണവശാൽ സ്പീഡൊന്ന് മാറിക്കഴിഞ്ഞാൽ വണ്ടി സൈഡിലേക്ക് ചെരിയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ലൈറ്റ് ബീം കംസ് ആസ് എ ജസ്റ്റ് ലൈക്ക് ദിസ്. ഒരേ സ്പീഡിൽ എല്ലാ ചക്രങ്ങളും ഒരേ സ്പീഡിൽ, ഫ്രണ്ടിലത്തെ രണ്ട് ചക്രം ഒരേ സ്പീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്തിയത് ഇവിടെ എത്തുമ്പോൾ ലൈറ്റ് ബീം ഇവിടെ എത്തുമ്പോൾ ഇത് ഈ മീഡിയത്തേക്ക് കടന്നു. ഇൻ ദിസ് മീഡിയംസ് വെലോസിറ്റി ഇസ് ഡിഫറെൻറ്റ്. സ്പീഡ് കുറയാം കൂടാം. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഈ വീലിൻ്റെ സ്പീഡ് കുറഞ്ഞാൽ മറ്റേ വീല് പഴയ മീഡിയത്തിലാണ്, പെട്ടെന്ന് ഇങ്ങോട്ടൊരു ബെൻഡിങ് സംഭവിക്കും. സ്പീഡ് കൂടിയാൽ പുറത്തേക്ക് ബെൻഡ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ കാരണം. സോ ദി റിയൽ റീസൺ ഫോർ ദി റിഫ്രാക്ഷൻ ഇസ് ദി വെലോസിറ്റി ഡിഫറൻസ്. റിഫ്രാക്ഷൻ രണ്ട് തരത്തിലുള്ളതുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, റിഫ്രാക്ഷൻ ഈസ് ഓഫ് ടു ടൈപ്സ്. ടു ടൈപ്സ് മീൻസ് when light travels from rarer medium to denser medium. ഓർക്കുക, റെയർ ആൻഡ് ഡെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ഡെൻസിറ്റി അല്ല കേട്ടോ. നോർമലി വി ഹാവ് ദി മെറ്റീരിയൽ ഡെൻസിറ്റി, മാസ് ബൈ വോളിയം. Here we are speaking about the optical density. It is different. പല കേസുകൾ ഒരുപാട് തന്നെയാണ്, but the values are different. ലൈറ്റ് വേഗത്തിൽ കടന്നു പോകുന്ന മീഡിയത്തെ റെയർ മീഡിയം, ലൈറ്റ് സ്ലോവിൽ കടന്നു പോകുന്ന മീഡിയം ഡെൻസർ മീഡിയം. ഓക്കെ, അപ്പോൾ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി, ഓപ്റ്റിക്കലി ഡെൻസർ ആൻഡ് ഓപ്റ്റിക്കലി റെയർ. അപ്പോൾ റെയർ മീഡിയത്തിൽ ഡെൻസർ മീഡിയത്തിലേക്ക് കടക്കുന്നു. സേ എയറിൽ നിന്ന് ലൈറ്റ് വെള്ളത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ എയറിലൂടെ വരുന്ന ലൈറ്റ് ഇവിടെ എത്തി വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ ഇൻ വാട്ടർ ഇറ്റ്സ് വെലോസിറ്റി സ്ലൈറ്റ്ലി ലെസ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് സ്ട്രേറ്റ്, ഞാൻ നോർമലി വരയ്ക്കുന്നു, ദിസ് ഈസ് ദി സ്ട്രേറ്റ് ട്രാക്ക്. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് സ്ട്രേറ്റ് ഇറ്റ് വിൽ ബെൻഡ് സ്ലൈറ്റ്ലി ഇൻവേർഡ്. ഉള്ളിലേക്ക് വളയുന്നു, അല്ലെങ്കിൽ നോർമലിൻ്റെ അടുത്തേക്ക് ചെരിയുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ദി സ്ട്രേറ്റ് ട്രാക്ക് സ്ലൈറ്റ്ലി ഡീവിയസ് ടുവേഴ്സ് ദി നോർമൽ. ആൻഡ് ദിസ് ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. And this is the angle of refraction. Angle of incidence and angle of refraction. Angle of refraction is less than the angle of incidence. Angle of refraction is less than the angle of incidence. So what will be the deviation? എത്രയ്ക്ക് മാറി? This is the deviation. This is the actual track and this is the deviation. എത്രയാണ് deviation വരുന്നത്? The deviation equals, the deviation can be calculated as ഐ അല്ലേ വലുത്? ഇത് ഐ ആണെങ്കിൽ നേരെ വരച്ച് ഇത് ഐ ആണ് അല്ലേ? മാത്സുകാർ പറയുന്ന ഓപ്പോസിറ്റ് ആംഗിൾ ഐ ആണ്. സോ ഐ മൈനസ് ആർ ഈസ് ദി ഡീവിയേഷൻ. ഐ മൈനസ് ആർ ഈസ് ദി ഡീവിയേഷൻ. ഓക്കെ, നൗ സെക്കൻഡ് കേസ്. സപ്പോസ് ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ഗ്ലാസ്സിൽ നിന്ന് ലൈറ്റ് എയറിലേക്ക് കടക്കുന്നു. ഗ്ലാസ് ഇസ് ഡെൻസർ. ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് ലൈറ്റ് കടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് വരുന്ന ലൈറ്റ് നേരെ പോകേണ്ടതായിരുന്നു. എയറിലേക്ക് കടന്ന ഉടനെ തന്നെ നമ്മൾ നോർമൽ വരച്ചു. എയറിൽ സ്പീഡ് കൂടുതലാണ്. സോ ദി ലൈറ്റ് ബെൻഡ്സ് ഔട്ട് സൈഡ്. ലൈറ്റ് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുന്നു. സോ ഡീവിയേറ്റ്സ് മോർ ഫ്രം ദി നോർമൽ. ആൻഡ് ദിസ് ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. This is the angle of refraction and this is the angle of deviation. So here the deviation equals r minus I. Here the deviation equals r minus I. മനസ്സിലായോ ഡീവിയേഷൻ്റെ കൺസെപ്റ്റ്?
but deviation may be I minus R or R minus I, depends on the situation. Light bends inward or light bends outward, depends on the optical density. Okay, now let us pass the next concept, that is the laws of refraction. Refraction sambandhikkunna, just like the laws of reflection, we have the laws of refraction. ആദ്യത്തെ ലോ പറയുന്നു ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ആർ ഇൻ സെയിം പ്ലെയിൻ. നോർമൽ ആർ ഇൻ ദി സെയിം പ്ലെയിൻ. ആരൊക്കെ നേരത്തെ പറഞ്ഞ ലോ ഓഫ് റിഫ്ലക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇൻസിഡന്റ് റേ, അവിടെ നമ്മൾ പറഞ്ഞു ഇൻസിഡന്റ് റേ, നോർമൽ, റിഫ്ലക്റ്റഡ് റേ ഇൻ എ പ്ലെയിൻ. ഇവിടെ നമ്മൾ പറയുന്നു ഇൻസിഡന്റ് റേ, നോർമൽ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ആർ ഇൻ സെയിം പ്ലെയിൻ. ഓക്കെ, ഒരേ ഷീറ്റിൽ വരയ്ക്കാവുന്ന പോലെയാണ്. രണ്ടാമത്തേന് മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇവിടെ നമ്മൾ ഇത് രണ്ടും ഒന്നല്ല എന്നിപ്പോൾ നമ്മൾ കണ്ടു അല്ലേ. സോ ദി സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, സൈൻ SIGN അല്ല SINE, സൈൻ, ട്രിഗണോമെട്രിക്കൽ സൈൻ, സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പം നമ്മൾ എന്ത് എഴുതും? സൈനായി. സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ bears a constant ratio. ഇവരെപ്പോഴും ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സൈൻ എ ബൈ സൈൻ ആർ ഇസ് എ കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റെപ്രസെന്റഡ് ബൈ മ്യൂ അല്ലെങ്കിൽ എൻ. മ്യൂ എന്ന് എഴുതും, എൻ എന്ന് എഴുതും. NCERT ടെക്സ്റ്റ് യൂസിങ് എൻ ഇൻ മോസ്റ്റ് ഓഫ് ദി പ്ലേസസ്. നമുക്ക് എൻ എന്ന് എഴുതാം. ഓക്കെ, ഇറ്റ് ഈസ് റെപ്രസെന്റ്സ് മ്യൂ ഓർ എൻ. അപ്പോൾ എന്താ? ഈ മ്യൂ ഈക്വൽസ് സൈൻ ഐ ബൈ സൈൻ ആർ. മ്യൂ ഈക്വൽസ് സൈൻ ഐ ബൈ സൈൻ ആർ. ഓക്കെ, സിമ്പിളായൊരു കൺസെപ്റ്റാണ്. പക്ഷേ മ്യൂ അത്ര സിമ്പിളല്ല, അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ഇത്തിരി കോംപ്ലക്സിറ്റി അതിൻ്റെ അകത്തുണ്ട്. ഒരു നല്ലൊരു അറിവ് അതിനെക്കുറിച്ച് വേണം. അപ്പോൾ ഇങ്ങനെ മ്യൂ എഴുതുമ്പോൾ നമുക്ക് സൈൻ ഐ ബൈ സൈൻ ആർ ഒന്ന് വരച്ച് നോക്കുക, എന്നാലും എൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടന്നു, ഒന്നാമത്തെ മീഡിയം രണ്ടാമത്തെ മീഡിയത്തിലേക്ക്. ഇവിടെ ഒരു ബെൻഡിങ് ഉണ്ടാകും. മീഡിയം മാറിയാൽ ബെൻഡിങ് മാറും അല്ലേ? ഈ മീഡിയം മാറിയാലും ബെൻഡിങ് മാറും. അപ്പോൾ ലൈറ്റ് ട്രാവൽസ് ഫ്രം any one medium to any other medium, depends on a pair of media. We have different I and R, so we will get different refractive index. അതുകൊണ്ട് better to write mu 2 refractive index of the second medium when light travels from first medium. Refractive index second medium when travels from light to first medium, which will be equal to sin I in the first medium by sin R in the second medium. ഇപ്പോൾ ലൈറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വേറെ വേറെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ എന്ത് എഴുതണം? മ്യൂ ഓഫ് 2 സെക്കൻഡ് മീഡിയത്തിൽ നിന്ന് ഫസ്റ്റ് മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എവിടെ നിന്ന്? വിത്ത് റെസ്പെക്ട് ടു ലൈറ്റ് വന്ന ആൾ പോയ ആളല്ല ഇരുന്ന് കേട്ടോ. എവിടേക്കാണോ പോകുന്നത്, എവിടെ നിന്നാണോ വരുന്നത്. അപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഒന്നാമത്തെ മീഡിയത്തിലേക്ക്. എവിടെ നിന്നാണ് വരുന്നത്? രണ്ടാമത്തെ മീഡിയം. ആൻഡ് ദേ ആർ റിലേറ്റഡ്. അയ്യോ, ആറ് മാറിപ്പോയത് കേസല്ലേ. സോ വി ക്യാൻ റൈറ്റ് നെക്സ്റ്റ് സ്റ്റേജ് mu 21 ഈക്വൽസ് 1 ബൈ mu 12. അങ്ങോട്ടും ഇങ്ങോട്ടും റേ ഒരു വശത്തേക്ക് കഴിയുമ്പോൾ കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ റെസിപ്രോക്കലായിരിക്കും. അവിടെ നിന്ന് റേ ഇങ്ങോട്ട് കിടക്കുമ്പോഴാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആശയം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ റേ ഒരു മീഡിയത്തിന് അടുത്ത മീഡിയത്തിലേക്ക് കിടക്കുമ്പോൾ എത്ര റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടായോ അതിൻ്റെ റെസിപ്രോക്കലായിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. And this type of refractive is called relative refractive index. They are called relative refractive index. Okay? ഇനി മറ്റൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടി പഠിക്കാനുണ്ട്. കാരണം ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. We have hundreds of medias. Lakhs of media. Lakhs of combinations. എയർ വെള്ളത്തിലേക്ക്, എയർ മണ്ണെണ്ണയിലേക്ക്, എയർ ഗ്ലാസ്സിലേക്ക്, എയർ ബെൻസിനിലേക്ക്, എയർ കോപ്പർ സൾഫേറ്റിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ഉണ്ടാക്കി ഇവിടെ. അതേപോലെ ഏത് മീഡിയത്തിലേക്കാണ് ലൈറ്റിന് കിടക്കുക അല്ലേ? So we'll get infinite number of relative refractive index. So our scientists thought about a constant concept always. That means
We'll say the refractive index in another way called absolute refractive index. But simply refractive index in the it is absolute refractive index. Absolute refractive index of say glass. Refractive index of glass. അപ്പോൾ ലൈറ്റ് എവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു? ലൈറ്റ് ഗ്ലാസ്സിലേക്ക് വന്നു. എവിടെ നിന്ന്? എയറിൽ നിന്ന്. ഇഫ് ഫസ്റ്റ് മീഡിയം ഈസ് എയർ, സെക്കൻഡ് മീഡിയം അല്ല, ഇഫ് ഫസ്റ്റ് മീഡിയം ഈസ് എയർ വി വിൽ നോട്ട് റൈറ്റ് ദാറ്റ്. ഗ്ലാസ് എയറിന് എഴുതണല്ലേ 2:1 എഴുതിയ പോലെ. ഇഫ് ഫസ്റ്റ് മീഡിയം ഈസ് എയർ വി വിൽ നോട്ട് റൈറ്റ് ദാറ്റ്. ദെൻ ഇറ്റ് ഇസ് കോൾഡ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കുക, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് ലൈറ്റ് വന്നത്. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് ലൈറ്റ് വന്നത്. ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് ലൈറ്റ് പോകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതല്ല. ഗ്ലാസ്സിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ലൈറ്റ് കടക്കുമ്പോൾ 3/2 ആണ്. അപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് ലൈറ്റ് കടക്കുമ്പോഴോ 1/8 എഴുതണം. മനസ്സിലായോ? അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മീഡിയം ഈസ് എയർ, സെക്കൻഡ് മീഡിയം ഈസ് ദി മീഡിയം. സൈൻ ഐ ഈസ് ഇൻ എയർ, സൈൻ ആർ ഈസ് ഇൻ ദി മീഡിയം. ഇതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെലോസിറ്റി കൺസെപ്റ്റ്. mu of glass equals velocity in air by velocity in glass. Velocity in air by velocity in glass. That is the velocity concept. Derivation ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ബൈ ഹാർട്ട് പഠിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ mu എന്നാലോ mu of glass water. mu of glass with respect to water. മുകളിൽ വരെ ഏതാണ്? ഇവിടെ എഴുതുന്ന ആൾ വെലോസിറ്റി ഇൻ വാട്ടർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഇൻ ഗ്ലാസ്. വെലോസിറ്റി ഇൻ വാട്ടർ ബൈ വെലോസിറ്റി ഇൻ ഗ്ലാസ്. കാരണം ഇനി വരാൻ പോകുന്ന ഇതിലൊക്കെ ഇത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും, എക്സ്പെഷ്യലി ഇൻ ദി എൻട്രൻസ് ക്ലാസ്സസ്. എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് വിത്ത് ഇറ്റ്. നന്നായി പഠിക്കുക വെലോസിറ്റി ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. എയർ ആണെങ്കിൽ നമ്മളിത് എഴുതില്ല, വാട്ടർ പരം എന്താണ്? എയർ. അപ്പോൾ ഇവിടെയും എന്താണ്? എയർ ആണ് ഈ ഫോമിൽ കിട്ടിയത്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് 3 × 10⁸. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടി കൂടി പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. അടുത്ത പ്രോപ്പർട്ടി, വേവ് ലെങ്ത്തിന് എന്ത് സംഭവിക്കുന്നു? ലൈറ്റിൻ്റെ വെലോസിറ്റി വേവ് ലെങ്ത് റിലേറ്റ് ചെയ്യിക്കുന്നത് എങ്ങനെയാണ്? V equals nu lambda, frequency into wavelength. The velocity of light equals frequency into wavelength. ഇപ്പോൾ നമ്മൾ കണ്ടു, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കിടക്കുമ്പോൾ വെലോസിറ്റി മാറുന്നു. അപ്പോൾ ഇവിടെ ആരാണ് മാറുക? അതോ രണ്ടുപേരും കൂടി മാറുമോ? വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഓർക്കുക, ഒരു ലൈറ്റ് വേവ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ഫ്രീക്വൻസി മാറില്ല. When light travels from one medium to another medium, frequency remains constant and wavelength changes. Frequency remains constant and wavelength changes. Okay, and അങ്ങനെ വരുമ്പോൾ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വീണ്ടും എഴുതാലോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ഈക്വൽസ് വെലോസിറ്റി ഇൻ ഫസ്റ്റ് മീഡിയം ബൈ വെലോസിറ്റി ഇൻ സെക്കൻഡ് മീഡിയം, which is equal to frequency into wavelength in first medium by frequency into wavelength in second medium. Frequency കട്ട് ചെയ്ത് കഴിഞ്ഞാൽ λ1 by λ2. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കിടക്കുമ്പോൾ വെലോസിറ്റി മാറുന്നുണ്ട്, വേവ് ലെങ്ത് മാറുന്നുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നുണ്ട്. വാട്ട് റിമെയിൻ കോൺസ്റ്റന്റ്? ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അടുത്ത പ്രശ്നത്തിലേക്ക് കിടക്കുന്നു. എയറിലൂടെ തന്നെ ലൈറ്റ് കടന്നു പോകുന്നു. വൈറ്റ് ലൈറ്റ് എയറിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നു. വെലോസിറ്റി ഇൻ എയർ is not a constant because V equals n lambda. Different colors are with different wavelengths. Different colors are with different wavelengths. അപ്പോൾ refractive index of different colors are different. Refractive index of different colors are different. Different colors are with different wavelengths, so different refractive index. Okay, so these are the concepts which we have to remember about the refraction. ഈ റിഫ്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന കുറേ ഫിസിക്കൽ ഫിനോമിനാസ് ഉണ്ട്. ഗ്ലാസ്സിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വി ഹാവ് ടു സ്റ്റഡി. വെള്ളത്തിലേക്ക് ഒരു മീഡിയത്തിൽ മറ്റൊരു മീഡിയത്തിലേക്ക് വെള്ളത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ്. വാട്ടർ ടാങ്ക് നോക്കിയാൽ വാട്ടറിന് ആക്ച്വൽ ഡെപ്ത് ഫീൽ ചെയ്യുന്നില്ല.
കുറച്ച് പൊങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നു. സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ കാലിടുമ്പോഴാണ് അറിയുന്നത് വെള്ളത്തിന് താഴ്ച കൂടുതലുണ്ടെന്ന്. ഇതൊക്കെ കാരണം റിഫ്രാക്ഷനാണ്. അതുപോലെ സെറ്റിംഗ് സണ്ണിനെ കുറച്ച് നേരം കഴിഞ്ഞ് വരുന്ന ഒരു ലൈറ്റ് ഉണ്ട്, ടോയ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കാരണം എന്താണ്? ദാറ്റ് ഈസ് ദി റിഫ്രാക്ഷൻ. Next we can see some practical concepts regarding the refraction. നിത്യജീവിതത്തിൽ കാണുന്നതും അതുപോലെ ചില സമയങ്ങളിലൊക്കെ റിഫ്രാക്ഷൻ്റെ ഒരു ചെറിയ ചില ആശയങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, റിഫ്രാക്ഷൻ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുള്ളത്, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറിച്ച് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അതായത് mu of 1, 2 എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 with respect to the refractive index of medium 2. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമുക്ക് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളാണ് അറിയുക എങ്കിൽ നമുക്കിതിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെള്ളത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.3, ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 എന്ന് പറഞ്ഞാൽ എയറിൽ നിന്ന് വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ 1.3, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ 1.5. ഇതാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ. പക്ഷെ നമുക്കൊരു എക്സ്പെരിമെൻറ്റിൽ ലൈറ്റ് വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കേണ്ടി വന്നാലോ? സിറ്റുവേഷൻ ഇതാണ്. ഒരു ഗ്ലാസ് സ്ലാബ്, അതിൻ്റെ മുകളിൽ നിറച്ച് വെള്ളമാണ്. അപ്പോൾ ലൈറ്റ് കടക്കുന്നത് എയറിൽ നിന്ന് വെള്ളത്തിലേക്ക്, വെള്ളത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സായി. അതെങ്ങനെ കാണാം? അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, mu ഓഫ് വെള്ളത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് എയർ കിടക്കുമ്പോൾ നമുക്ക് ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേണ്ടേ? ഗ്ലാസിൻ്റെ. mu ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, അല്ലേ? വിത്ത് റെസ്പെക്ട് ടു എയറേ നമുക്കറിയുള്ളൂ, രണ്ടിനും വിത്ത് റെസ്പെക്ട് ടു എയർ അറിയുള്ളൂ. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. mu ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് mu ഓഫ് ഗ്ലാസ് ഡിവൈഡഡ് ബൈ mu ഓഫ് വാട്ടർ equals mu of glass 1.5 divided by 1.3. You can calculate the relative refractive index using the absolute values. ഇത് എപ്പോഴും നമുക്ക് പ്രോബ്ലത്തിൽ വേണ്ടി വരും, ബിക്കോസ് വി ക്യാൻ റിമെമ്പർ ഓൺലി ദി absolute values. That is available everywhere. അതിൽ നിന്ന് നമ്മൾ ഓരോ പെയർ ഓഫ് മീഡിയകൾക്കുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ കാൽക്കുലേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ജനറൽ ഇക്വേഷൻ എന്താണ്? ഇത് ഓർക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും, mu ഓഫ് 1, 2 ഈക്വൽ ടു mu ഓഫ് 1 ബൈ mu ഓഫ് 2. mu ഓഫ് 1, 2 ഈക്വൽസ് mu ഓഫ് 1 ബൈ mu ഓഫ് 2. ഓക്കെ, യെസ്. ഇനി നമുക്ക് എൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം. ഒന്ന്, when light travels through a glass, what happens? Light travel through a glass, what happens? ഓക്കെ, ഒരു സ്ലാബ്, ലൈറ്റ് ഇതിലേ വരുന്നു, നേരെ പോകേണ്ടതായിരുന്നു. ബട്ട് ഡ്യൂ ടു റിഫ്രാക്ഷൻ എയർ കിടക്കുമ്പോൾ അത് കുറച്ച് സൈഡിലേക്ക് ബെൻഡ് ചെയ്യും. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ ഡെൻസർ മീഡിയത്തിലേക്കാണ് ഉള്ളിലേക്ക് ബെൻഡ് ചെയ്യുന്നു. ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ നോർമൽ വരച്ചു. നേരെ പോകേണ്ടതിന് പകരം അത് കുറച്ച് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുന്നു. ഡെൻസർ ഇന്ന് റെയറിലേക്ക് കിടക്കുമ്പോൾ ഔട്ടറിലേക്ക് പോകുന്നു. സ്കെച്ച് വരയ്ക്കാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യുന്നൊരു ഫോർമുല അല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയർ നമുക്ക് പഠിക്കാനുണ്ട്. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ നോക്കൂ, ദിസ് ടു ആർ ഓൾമോസ്റ്റ് പാരലൽ. ദാറ്റ് മീൻസ് ദർ ഇസ് നോ നെറ്റ് ഡീവിയേഷൻ ആണ് ആദ്യം പഠിക്കേണ്ട പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ്, ഗ്ലാസ് സ്ലാബിലൂടെ ലൈറ്റ് പുറത്തേക്ക് കിടക്കുമ്പോൾ, അകത്ത് കടന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ദർ ഇസ് നോ നെറ്റ് ഡീവിയേഷൻ. പാരലൈറ്റ് വരുന്ന റേകൾ ഡീവിയേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മുടെ കണ്ണിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. വെൻ ലൈറ്റ് റേസ് കംസ് പാരലൽ നമുക്ക് നേരെ വരുന്ന പോലെ തന്നെ തോന്നുള്ളൂ. വെൻ ഇറ്റ് ഡീവിയേറ്റ്സ് then only we will feel some substance there. ഒരു മെറ്റീരിയലൂടെ ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യാതെ കടന്നു കഴിഞ്ഞാൽ, ബെൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പാരലായിട്ട് തന്നെ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസൻസ് ഒക്കെ അറിയില്ല. അതാണ് നമ്മളിപ്പോൾ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് പുറത്തുള്ള ഓബ്ജക്റ്റിൽ യാതൊരു വ്യത്യാസവും കാണുന്നില്ല. നല്ല ഗ്ലാസ് ആണെങ്കിൽ ഒരു വ്യത്യാസവും കാണാനില്ല. അതിന് കാരണമാണ് വെൻ ലൈറ്റ് പാസസ് ത്രൂ എ ഗ്ലാസ് സ്ലാബ്, ഈവൻ ദോ ദർ ഇസ് റിഫ്രാക്ഷൻ, ഔട്ട്കമ്മിങ് റേസ് ആർ പാരലൽ, സോ അവർ ഐ കാണ്ട് ഡിറ്റക്ട് ഇറ്റ്.
നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഇതാ ഒരു ചെറിയ ഷിഫ്റ്റിംഗ് കൂടി ഉണ്ടാകും. ഇതിവിടെ പോണ്ടത് ഇതിവിടെ വരുന്നത്. ഇതിന് നമ്മൾ ലാറ്ററൽ ഷിഫ്റ്റിംഗ് എന്ന് വിളിക്കും. lateral shift. So glass slab will make lateral shift only, no deviation. Incoming ray and outcoming ray are always parallel, no deviation. നമുക്ക് നോക്കി വെക്കുക ഇവിടെ ഉണ്ടാകുന്ന ഡീവിയേഷൻ എന്തൊക്കെയാണെന്ന്. ആദ്യത്തെ സർഫസിലുണ്ടാകുന്ന ഡീവിയേഷൻ, ആദ്യത്തെ സർഫസിലുണ്ടാകുന്ന ഡീവിയേഷൻ എത്രയാണ്? ഇതാണ് r കുറവാണ്. സോ ഇറ്റ് വിൽ ബി I1 minus R1. We can treat it as I1 minus R1. ഇതിന് I1 എടുക്കുക, ഇതിന് R1 എടുക്കുക. ഈ സർഫസിലേക്ക് വരുമ്പോൾ ഇവിടെ I2 എന്ന് എടുക്കുക, ഇവിടെ R2 എന്ന് എടുക്കുക. ചില പുസ്തകങ്ങൾ ഇത് തിരിച്ചെടുക്കാറുണ്ട് കേട്ടോ. കാരണം അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടാൻ വേണ്ടി അയറിൽ എപ്പോഴും ഇൻസിഡൻസ് ആംഗിൾ എടുക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. തെറ്റൊന്നല്ല. NCERT ബുക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് മാത്രം. ചിലപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമുള്ളത്. ഇല്ല ഞാൻ പറയുന്നില്ല. ഇതായാലും കുഴപ്പമൊന്നുമില്ല. സോ I1 minus R1. രണ്ടാമത്തെ സർഫസിലെ ഡീവിയേഷൻ ഏതാണെന്ന് നോക്കി നോക്കൂ. I2 അകത്ത് കിടക്കുന്നു, R2 പുറത്തേക്ക് കിടക്കുന്നു. R2 is little larger. So it will be R2 minus I2. R2 minus I2. Now what will be the total deviation? Total deviation ഒന്ന് ഉള്ളിലേക്കും ഒന്ന് പുറത്തേക്കും ആയതുകൊണ്ട് total deviation equals delta 1 minus delta 2. delta 1 അത് ഉള്ളിലേക്ക് ബെൻഡ് ചെയ്തു, delta 2 പുറത്തേക്ക് ബെൻഡ് ചെയ്തു. സോ ഐ എം റൈറ്റിംഗ് ദി മൈനസ്. അല്ലെങ്കിൽ രണ്ടും ഒരേ വശത്തേക്കാണെങ്കിൽ പ്ലസ് ഇടേണ്ടതായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സോ I1 minus R1 മൈനസ് R2 minus I2. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ I1 minus R1 minus R2 plus I2. Keep it. This is the deviation. Sum of these four angles. But these angles are slightly related. എങ്ങനെയാണ്? നമ്മൾ പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് mu of glass അല്ലേ, mu of glass with respect to air sin I1 by sin R1 അല്ലേ. mu of glass, this is glass, with respect to air sin I1 by sin R1. മനസ്സിലായല്ലോ? ഇവിടെയോ I2 by R2, sin I2 by sin R2 എടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്താണ്? mu of air glass. mu of air glass ആണ് നമുക്ക് കിട്ടുക. അരെ ഇത് ഗ്ലാസ് ആണ്, ഇത് എയർ ആണ്. അപ്പോൾ ഗ്ലാസ് എയറിലേക്ക് എടുക്കുമ്പോൾ mu of air with respect to glass is sin I2 by sin R2. Now simply നോക്ക്, this is mu of glass with respect to air. ഗ്ലാസിന് എയറിലേക്ക് കിടന്നാണ്, ഇത് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കിടന്നാണ്. അപ്പോൾ അത് നമ്മൾ റിലേഷൻ എന്താണ്? mu of ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് ഈക്വൽ ടു 1 by mu of എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് നമ്മൾ നേരത്തെ കണ്ടു. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് sin I1 by sin R1 ഈക്വൽസ്, ഇത് തിരിച്ചെഴുതണം അല്ലേ, sin R2 by sin I2. This gives that equation solution നോക്കിയൊക്കെ എല്ലാ സൈനുകളും കളഞ്ഞാൽ I1 equals R2, I1 equals R2, R1 equals I2 and R1 equals I2. Everything trigonometric function ആണെങ്കിൽ we can remove that or we can take the angle only. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയൊക്കെ നമ്മുടെ ഡെൽറ്റയിൽ I1 is same as R2, I1 is same as R2, so I1 R2 കട്ട് ചെയ്യാം. R1 is same as I2, R1 I2 കട്ട് ചെയ്യാം. The balance is 0. That means there is no deviation when light passes through a glass slab. Not entering to glass slab, not leaving the glass slab. ഇത് രണ്ടല്ല, passing through the glass slab. അപ്പുറത്തേക്ക് കിടക്കണം. അകത്ത് കിടക്കുമ്പോൾ ബെൻഡ് ചെയ്യും, പുറത്ത് കിടക്കുമ്പോൾ ബെൻഡ് ചെയ്യും. ദി ബെൻഡിങ്സ് വിൽ ക്യാൻസൽ ഈച്ച് അതർ. ഇപ്പോൾ ഗ്ലാസ് സ്ലാബ് ഗ്ലാസ് വിൻഡോയിലൂടെ നമുക്ക് നോക്കുമ്പോൾ there is no deviations, but actually there is a shifting of the image, but അത് നമ്മുടെ കണ്ണിന് അങ്ങനെ കനം കുറഞ്ഞ ഗ്ലാസ് ആകുമ്പോൾ നമ്മുടെ കണ്ണിന് അങ്ങനെ തിരിച്ചറിയാം. സ്ലൈറ്റ് ഷിഫ്റ്റിംഗ്, ഐ കാണ്ട് ഡിറ്റക്ട് ഇറ്റ്. ഓക്കെ, സ്ലൈറ്റ് ആയിട്ടൊരു ഇതുണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ ഗ്ലാസ് പെട്ടെന്ന് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഫ്ലിക്കറിങ് ഫീൽ ചെയ്യും.
ഗ്ലാസ് ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് ചെറിയ ഫ്ലിക്കറിങ് ഫ്രീ ചെയ്യും. അത് ഡീവിയേഷനാണ്. ഓക്കെ, നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ സംഭവിച്ചൊന്നും വരില്ല കേട്ടോ. അതായത് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ രണ്ട് വശം പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആവണം. സം ഇറഗുലാരിറ്റി കംസ്, ഇറ്റ് വിൽ നോട്ട് ബി ലൈക്ക് ദിസ്. Okay, this is one situation of the refraction which we note. And the next situation of the refraction which we note is the apparent depth feeling. Apparent depth feeling. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, when you are looking to a pond, അല്ലേ, വെള്ളം കെട്ടിക്കുന്ന വാട്ടർ ടാങ്ക്, കുളം ഒക്കെ നോക്കുമ്പോൾ സ്റ്റിൽ വാട്ടർ, സ്വിമ്മിംഗ് പൂളിലാണ് ശരിക്കും അറിയാത്, വി വിൽ നോട്ട് ഫീൽ ദി ആക്ച്വൽ ഡെപ്ത്. കാരണം വെള്ളത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ തറ കുറച്ച് പൊങ്ങിയിരിക്കുന്ന പോലെ തോന്നും. എന്നെ വിളിക്കുന്ന പേര് അപ്പാരൻറ്റ്. അപ്പാരൻറ്റ് എന്ന് പറഞ്ഞാൽ തോന്നുന്നത്, ശരിക്കും ഇല്ലാത്തത് തോന്നുന്നതിനെ വിളിക്കുന്ന പേരാണ് അപ്പാരൻറ്റ്. സോ വിൽ ഫീൽ ദാറ്റ് വാട്ടർ ഈസ് സ്ലൈറ്റ്ലി റൈസ്ഡ്. അല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പറുമേ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ഒരു ഡോട്ട് ഇടുക, വെള്ളത്തിലൊരു ഡോട്ട് ഇടുക, വെള്ളത്തിലല്ല സോറി പേപ്പറുമേ ഒരു ഡോട്ട്, എന്നിട്ട് അതിന് മീതെ ഒരു ഗ്ലാസ് പീസോ അല്ലെങ്കിൽ ഒരു പേപ്പർ വെയിറ്റോ എല്ലാം കയറ്റി വയ്ക്കാം. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നേരെ മുകളിൽ നിന്നല്ല കേട്ടോ, കുറച്ച് നേരെ മുകളിൽ നോക്കുമ്പോൾ ഫീൽ ചെയ്യില്ല കേട്ടോ, അപ്പം ഡെപ്ത് കറക്റ്റ് വെർട്ടിക്കലി ഫീൽ ചെയ്യില്ല. നമ്മളൊന്ന് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡോട്ട് കുറച്ച് പൊങ്ങിയ പോലെ തോന്നും, കുറച്ച് പൊങ്ങിയിരിക്കുന്ന പോലെ തോന്നും. അതിനൊക്കെ നമ്മൾ അപ്പാരൻറ്റ് ചേഞ്ചസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ആക്ച്വൽ ഡെപ്തും അപ്പാരൻറ്റ് ഡെപ്തും ഇവ തമ്മിൽ റിലേറ്റഡ് ആണ്. എത്രമാത്രം ഇത് പൊങ്ങുന്നു, ഇതൊക്കെ പരീക്ഷിച്ച് ചോദിക്കാൻ, എത്രമാത്രം പൊങ്ങുന്നു. ഓക്കെ, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ നോക്കാം. അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല, താല്പര്യമുള്ളവർക്ക് അത് 2 സ്റ്റെപ്പിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഐ എം നോട്ട് ഡൂയിങ്. ഇപ്പോൾ വെള്ളം, ഇവിടെ ഇരിക്കുന്നൊരു സ്പോട്ട്, ഒരു കോയിൻ, ഇവിടെ നിന്ന് നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് വരുമ്പോൾ നേരെ പോകുന്ന ലൈറ്റ് നേരെ തന്നെ പോകും കേട്ടോ. നേരെ പോകുന്നവർക്ക് നോ ഡീവിയേഷൻ, no 90 degree incoming, no deviation, no refraction, no dispersion, ഒന്നുമില്ല അവർക്ക്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ. കാരണം എക്സാക്ട്ലി 90 ഡിഗ്രി ഇസ് നോട്ട് പ്രാക്ടിക്കൽ. നമ്മുടെ 2 കണ്ണോട് നോക്കുമ്പോൾ ഒരു കണ്ണിന് 90 ഡിഗ്രി ആയി മറ്റേ കണ്ണിന് 90 ഡിഗ്രി ആകില്ല. അങ്ങനെയാണ് ഈശ്വരൻ നമ്മുടെ കണ്ണിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ഒന്ന് ചെരിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ലൈറ്റ് ഇങ്ങോട്ട് വരുന്നു. ദിസ് ലൈറ്റ് സ്ലൈറ്റ്ലി ബെൻഡ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നു, അവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി ബെൻഡ്. പക്ഷേ കണ്ണിന് ബെൻഡിങ്സ് തിരിച്ചറിയില്ല. ലൈറ്റ് റെയിൽ വരുന്ന ബെൻഡിങ് കണ്ണിന് തിരിച്ചറിയില്ല. കണ്ണത് ഇവിടെ നിന്ന് വരുന്ന പോലെ ഇമാജിൻ ചെയ്യുന്നു. യു വിൽ ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം ഹിയർ. അപ്പോൾ ദിസ് ഈസ് ദി ആക്ച്വൽ വൺ. സോ ദിസ് ഈസ് ദി ആക്ച്വൽ ഡെപ്ത് അല്ലെങ്കിൽ റിയൽ ഡെപ്ത്. ആൻഡ് ദിസ് ഈസ് ദി അപ്പാരൻറ്റ് ഡെപ്ത്, നമുക്ക് ഫീൽ ചെയ്യുന്ന ഡെപ്ത്. This is the angle of incidence, I. Theoretically, ഇത് I ആണെങ്കിൽ ഇതും I ആണ്. This is the R. കാരണം these 2 lines are parallel. ഇതും R ആണ്. ഞാൻ ഡിറൈവ് ചെയ്യാൻ ഉദ്ദേശമില്ല കേട്ടോ. നിങ്ങൾ താല്പര്യമുള്ള നല്ല കുട്ടികൾ ഡിറൈവ് ചെയ്ത് നോക്കുക. ഒരു സ്റ്റെപ്പിൽ കിട്ടും. താല്പര്യമുള്ളവർ 2 സ്റ്റെപ്പിൽ ഡിറൈവ് ചെയ്യാവുന്നുള്ള. ഈ ട്രയാങ്കിൾ സൈൻ ആയി കാണുക, ഈ ട്രയാങ്കിൾ സൈൻ ആർ കാണുക, മ്യൂക്കൽ സൈൻ ആയി ബൈ സൈൻ ആർ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, മ്യൂ ഈക്വൽസ് apparent depth divided by real depth. Mu equals sin I by apparent depth by real depth. Okay, so this is the important formula to remember for the practical, for the problems. അടുത്തൊരു ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ പോലെ വരുന്നത് ഒരെണ്ണം കൂടിയാണ് ടെക്സ്റ്റിൽ പറയുന്നത്. ഡ്യൂ ടു റിഫ്രാക്ഷൻ, a special phenomena in the sunset and sunrise. സെറ്റിംഗ് സണ്ണിനും റൈസിങ് സണ്ണിനും കാണുന്ന ഒരു ഫിനോമിനയുണ്ട്. നമ്മൾ ട്വൈലൈറ്റ് എന്ന് വിളിക്കുന്ന ഒരു സന്ധ്യാസമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രകാശം നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു പൊങ്ങുമ്പോൾ കാണുന്ന ഒരു പ്രകാശം, മലയാളം തന്നെ വിസരിത പ്രകാശം എന്നൊക്കെയാണ് വിളിക്കുക. ആ വാക്ക് ഇപ്പോൾ അങ്ങനെ കോമൺ ഒന്നല്ല. അതെന്താണ് അതിൻ്റെ കാരണം? നിലാവെളിച്ചം എന്നല്ല പറയുന്നത് കേട്ടോ. സൂര്യൻ ഉദിച്ചു പോകുന്ന സമയത്ത് ഭൂമിയിൽ കാണുന്ന ഒരു പ്രത്യേക തരം വെളിച്ചം, സൂര്യരശ്മികൾ അത്ര ശക്തമല്ലാതെ നമുക്കൊരു വെളിച്ചം ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ അസ്തമ സൂര്യനും ഇതുപോലെ തന്നെ ഒരു വെളിച്ചം ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്തുള്ള വെളിച്ചം
നമ്മളൊരു കൊതുകുകളൊക്കെ ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയം എന്നൊക്കെ പറയാനുള്ള കാരണം ആ വെളിച്ചത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് രണ്ടും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ കണക്കനുസരിച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആവശ്യമില്ല. എർത്തിൽ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ സർഫസിൽ നിൽക്കുന്നു. എല്ലാവരും ഭൂമിയുടെ സർഫസിൽ പെർപെൻഡിക്കുലറായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല തമാശയുള്ളൊരു കാര്യം അത് ആലോചിക്കാനായിട്ട്. നമ്മളെങ്ങനെയാണ് പെർപെൻഡിക്കുലർ നിൽക്കണമെന്ന്? നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കണോ? അവനും ഭൂമിക്ക് പെർപെൻഡിക്കുലറാണ്. അവൻ ഭൂമിയുമേ ചവിട്ടി മോളിക്ക് നോക്കിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളോ? അയാളും ഭൂമിയുമേ ചവിട്ടിയിട്ട് മോളിക്ക് നോക്കിയിട്ട് നിൽക്കണേ. അയാൾ പറയുന്നത് അയാളുടെ മുകളിലാണ് ആകാശം, കീഴെ ഭൂമിയാണെന്ന്. നമ്മളും പറയുന്നത് നമ്മുടെ കീഴെ ഭൂമിയാണെന്ന്. അതൊരു വല്ലാത്തൊരു പാരഡോക്സാണ്. അതൊക്കെ പിന്നെ നമുക്ക് ആലോചിക്കാം. ഇവിടെ നിന്നൊരു ലൈൻ വരച്ചാൽ ഇതാണ് നമ്മുടെ ഹൊറൈസൺ, ചക്രവാള സീമ എന്ന് പറയുന്നത്. അതിന് മുകളിൽ നമുക്ക് കാണാം, താഴെ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഭൂമിയുടെ മറ. ഇത് വളരെ ചെറുതായിട്ട് കൂട്ടി എങ്ങനെ വരച്ചാലും മതി കേട്ടോ. നമ്മുടെ ഉയരൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭൂമിയുടെ വലുപ്പമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചാൽ ദിസ് ഈസ് ദി ഹൊറൈസൺ, ചക്രവാള സീമ. അതിൻ്റെ അടിയിൽക്കുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇരുട്ടാകുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നു, ഇതിൻ്റെ അടിവശം കാണാൻ പറ്റില്ല. സപ്പോസ് സൺ ഈസ് സംവർ ഹിയർ. Sun is somewhere here. But due to the atmospheric layers, ഈ atmospheric layers തമ്മിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചെറിയ വേരിയേഷൻ ഉണ്ട്. വൺ ഈസ് ഡ്യൂ ടു ദി ടെമ്പറേച്ചർ, മെയിൻലി ഡ്യൂ ടു ദി ടെമ്പറേച്ചർ. തറയോടടുത്ത് ഹൈ ടെമ്പറേച്ചറാണ്, മുകളിലേക്ക് പോകുന്ന ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഭൂമിയിൽ ഇങ്ങനെ അറ്റ്മോസ്ഫിയർ ലെയറിൽ ഏറ്റവും അടിയിലത്തെ ലെയർ ഹൈ ടെമ്പറേച്ചറാണ്. ആസ് വി ഗോ ലോ ടെമ്പറേച്ചർ ഫോംസ്. സോ ടെമ്പറേച്ചർ ഡിഫറൻസ് വിൽ മേക്ക് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻറ്റ്. As a result, due to the difference in refractive index, നമ്മൾ ഏകദേശം ഇവിടെയായിട്ടാണ് ഈ സണ്ണിനെ കാണുക. യു സീ ദി സൺ അറ്റ് ദിസ് പർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, അപ്പോൾ സൺ ഹൊറൈസന് താഴെയാണെങ്കിലും വിൽ ഫീൽ ദാറ്റ് സൺ ഈസ് ലിറ്റിൽ എബവ്. ശരിക്കും നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ ഇങ്ങനെ വളഞ്ഞിങ്ങോട്ട് പോകുമെന്നാണ് പറയുന്നത്, ഡ്യൂ ടു ദി വേരിയേഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്. സോ അവർ ഐ വിൽ ഡിറ്റക്ട് ദാറ്റ്, ഇങ്ങനെയാണ് പോകുന്നതെങ്കിലും ഐ വിൽ ഡിറ്റക്ട് ദാറ്റ് സൺ ഈസ് സംവർ ഹിയർ. അപ്പോൾ സൂര്യൻ ഉദിച്ച് പൊങ്ങുന്നതിനെ കുറച്ച് മുന്നേ, 1-2 മിനിറ്റ് മുന്നേ തന്നെ സൂര്യനെ നമുക്ക് കാണാൻ പറ്റും. സിമിലർലി ഡ്യൂറിങ് ദി സൺസെറ്റ് ഓൾസോ, as sun goes down the horizon, still we can see the sun for a little while, and this is due to the refraction. Okay, മനസ്സിലാവുന്നുണ്ടോ റിഫ്രാക്ഷൻ എന്ന കൺസെപ്റ്റ്? ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അടുത്തൊരു കൺസെപ്റ്റാണ്, ദാറ്റ് ഈസ് ദി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇന്നൊരു പക്ഷേ ലൈറ്റിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നൊരു കൺസെപ്റ്റാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നമുക്ക് മിററുകൾ, ലെൻസുകൾ, പ്രിസങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അടുത്ത കാലഘട്ടത്തിലെ റീസെൻ്റ്ലി കഴിഞ്ഞൊരു 10-15 വർഷത്തിനുള്ളിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഹൈലി അഡ്വാൻസിങ്. TIR എന്ന പേരിൽ, ഓമന പേരിൽ കമേഴ്സ്യലായിട്ട് അറിയുന്ന ഒന്നാണ് TIR, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. എന്താണ് സംഭവം? ലൈറ്റ് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് കടക്കുന്നു എന്ന് വിചാരിക്കുക. റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് കിടക്കുന്നു. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് കിടക്കുന്നു. സോ നോർമൽ, സപ്പോസ് ദി ലൈറ്റ് കംസ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഉദാഹരണം വേണമെങ്കിൽ വി ക്യാൻ സേ ഗ്ലാസ് ടു എയർ. ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക്, ഗ്ലാസ് ഇസ് ഡെൻസർ. ദിസ് ഈസ് ദി കമ്മിങ് ലൈറ്റ്, ഇൻകമ്മിങ് ലൈറ്റ്. അറ്റ് ദിസ് പോയിന്റ് നമുക്കറിയാം റെയറർ മീഡിയത്തിലേക്ക് കിടക്കുമ്പോൾ മൂവ്സ് എവേ. നേരത്തെ കണ്ടാണ്, മൂവ്സ് എവേ. സോ ലൈറ്റ് ഗോസ് ജസ്റ്റ് ലൈക്ക് ദിസ്. ദിസ് ഈസ് ഐ ആൻഡ് ദിസ് ഈസ് ആർ. നമ്മളിപ്പോൾ കണ്ട ഒരു സംഭവമാണിത്. ഇനി ഞാൻ പറയുന്നത്, സപ്പോസ് ഐ ആം ഇൻക്രീസിങ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഐ ആം ഇൻക്രീസിങ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഷുവർലി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഓൾസോ ടു ബി ഇൻക്രീസ്ഡ്, അല്ലേ? And at a particular angle of incident, the refracted ray pass through the interface. ഐ കൂടിയാൽ 6 കൂടും, ഐ കുറച്ച് കൂടിയാൽ 6 കുറച്ച് കൂടും. 6 കൂടുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ ഐക്ക് ഇറ്റ് വിൽ പാസ് ത്രൂ ദി ഇൻ്റർഫേസ്. ഇഫ് ഐ ഇൻക്രീസ് ദി ഐ, ഞാൻ ഐയുടെ വില ഇനിയും കൂട്ടിയാൽ ലൈറ്റ് അഗൈൻ ഹാസ് ടു ബെൻഡ്. ലൈറ്റ് വിൽ ഗോസ് ത്രൂ ദിസ് വൺ. അപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് ലൈറ്റിന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. ദിസ് ഈസ് കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. സാധാരണ റിഫ്ലക്ഷൻ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഇതിനുണ്ട്. സാധാരണ റിഫ്ലക്ഷനിൽ എനർജി അബ്സോർപ്ഷൻ ഉണ്ട്, ഇവിടെ എനർജി അബ്സോർബ് ചെയ്യില്ല. ലൈറ്റിനകത്ത് കിടക്കാൻ പറ്റാണ്ട് തിരിച്ചു പോരുകയാണ്. ദർ ഇസ് നോ അബ്സോർപ്ഷൻ അറ്റ് ദിസ് പോയിന്റ്. മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതാണ്, ഓർക്കണം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനിൽ ദർ ഇസ് നോ എനർജി വേസ്റ്റേജ്.
during the reflection there will be energy wastage or the image will be little dimmer. Illumination കുറച്ച് കുറയും. പക്ഷേ ഇവിടെ ഇല്യൂമിനേഷൻ കുറയില്ല. ദർ ഇസ് നോ വേസ്റ്റേജ് ഓഫ് എനർജി. പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ഇഫ് ദി ഇൻസിഡൻറ്റ് ആംഗിൾ ഈസ് അറ്റ് എ പർട്ടിക്കുലർ വാല്യൂ, ദി ലൈറ്റ് ജസ്റ്റ് ഗ്രേസസ് ടു ദി ഇൻ്റർഫേസ്. ഇൻ്റർഫേസിൻ്റെ ഇടയിലൂടെ അങ്ങോട്ട് കടന്നു പോകും. വെള്ളത്തിലല്ല എയറിലല്ല ഗ്യാപ്പിലൂടെ അങ്ങോട്ട് കടന്നു പോകും. ഈ ആംഗിളിനെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആദ്യം കണ്ടത് ഐ ലെസ് ദാൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ. ഇപ്പോൾ 48 ഡിഗ്രിയാണ് ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എങ്കിൽ 48 താഴെയാണെങ്കിൽ ഇത് സംഭവിക്കും. ലൈറ്റ് പാസസ് ത്രൂ ദി ഗ്ലാസ്. ആൻഡ് ഇഫ് ഐ ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ, ലൈറ്റ് ജസ്റ്റ് ഗ്രേസസ് ത്രൂ ദി ഇൻ്റർഫേസ്, പാർഷ്യലി ടു ദാറ്റ് സൈഡ് ആൻഡ് പാർഷ്യലി ടു ദിസ് സൈഡ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സ്ലൈറ്റ് ആയിട്ട് അങ്ങോട്ട് കടന്നു. വെനെവർ ഐ ഈസ് ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ, if the incident angle is greater than the critical angle, light can't get to the other side. Light can't get to the other side and light totally goes through this way. Light totally goes through this way. Totally reflects. This is called total linear reflection. അപ്പോൾ എന്താ കണ്ടീഷൻ ടോട്ടൽ linear reflection? രണ്ട് കണ്ടീഷൻ പരീക്ഷ ചോദിക്കുകയാണ്. വാട്ട് ഇസ് ദി കണ്ടീഷൻ ഫോർ ടോട്ടൽ linear reflection? ഒന്ന്, ലൈറ്റ് മസ്റ്റ് പാസ് ത്രൂ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. തിരിച്ചു വരുമ്പോൾ സംഭവമില്ല കേട്ടോ. when light passes through denser medium to rarer medium. രണ്ട്, the incident angle must be greater than the critical angle. The incident angle must be greater than the critical angle. Condition മനസ്സിലായോ? Then total linear reflection takes place. Total linear reflectionൽ അപ്പോൾ total linear reflection എന്താണ് എന്ന് ചോദിക്കുന്നു. അതിൻ്റെ രണ്ട് കണ്ടീഷൻ ചോദിക്കുന്നു. അത് രണ്ടും പഠിച്ചു കഴിഞ്ഞല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ടോട്ടൽ linear reflection വരുന്ന വാട്ട് ഇസ് ദി ക്രിട്ടിക്കൽ ആംഗിൾ പറഞ്ഞു കഴിഞ്ഞു. ഇഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് എ പർട്ടിക്കുലർ വാല്യൂ, ലൈറ്റ് ജസ്റ്റ് പാസസ് ത്രൂ ദി ഇൻ്റർഫേസ്, അല്ലെങ്കിൽ ജസ്റ്റ് ഗ്രേസസ്, ഒരഞ്ഞു പോകുക, ഗ്രേസസ് ത്രൂ ദി ഇൻ്റർഫേസ് ഓഫ് ടു മീഡിയാസ്. രണ്ട് മീഡിയത്തിൻ്റെ ഇടയിലൂടെ അങ്ങോട്ട് കടന്നു പോകുന്നു. ജസ്റ്റ് വെൻ ഇഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് എ പർട്ടിക്കുലർ വാല്യൂ, ലൈറ്റ് ബീം ജസ്റ്റ് ഗ്രേസസ് ത്രൂ ദി separation of the media, interface of the media. That angle of incident is called critical angle. അല്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗിയിൽ പറഞ്ഞാൽ എന്താണ് ആംഗിൾ ഓഫ്, അപ്പോൾ ജസ്റ്റ് ഗ്രേസ് ചെയ്യുന്ന സമയത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാവുമെന്ന് പറഞ്ഞേ? ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി അല്ലേ? അല്ലേ? ജസ്റ്റ് ഗ്രേസ് ചെയ്ത് പോയപ്പോൾ. അപ്പോൾ നമുക്ക് അങ്ങനെയും പറയാം. If the angle of incidence is a particular value, angle of refraction will be 90 degree. That angle of incidence for which the angle of refraction is 90 degree, refraction angle of refraction 90 degree കിട്ടണമെങ്കിൽ എത്രയാണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. Critical angle of incidence is the critical angle is the angle of incidence for which angle of refraction is 90 degree. അപ്പോൾ നമുക്ക് കഴിഞ്ഞു, സിയുടെ ഡെഫിനിഷൻ കഴിഞ്ഞു. നൗ വി വോണ്ട് ടു ഫൈൻഡ് എ ഫോർമുല ഫോർ ദി സി. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇതിൽ തന്നെ നോക്കുക. മ്യൂ ഈക്വൽസ്, ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ലൈറ്റ് ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത് അല്ലേ? ലൈറ്റ് ഒന്നാമത്തെ മീഡിയം ഏതാണ്? ഗ്ലാസ് ആണ്. രണ്ടാമത്തെ മീഡിയം എയർ ആണ്. എപ്പോഴും നമ്മൾ എങ്ങനെ എഴുതുക? മ്യൂ ഓഫ് എയർ ഗ്ലാസ്. മ്യൂ ഓഫ് എയർ ഗ്ലാസ്. ലൈറ്റ് ഗ്ലാസ്സിലേക്ക് കടക്കുന്നു എയറിൽ നിന്ന്. ലൈറ്റ് എയറിലേക്ക് കടക്കുന്നു ഗ്ലാസ്സിൽ നിന്ന്. അങ്ങനെയാണ് നേരത്തെ എഴുതിയത്. തെറ്റല്ലേ കേട്ടോ? എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ലൈറ്റ് കിടക്കുമ്പോൾ മ്യൂ ഓഫ് ഗ്ലാസ് എന്നാണ് നമ്മൾ എഴുതിയത്. ഇവിടെ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് കിടക്കുമ്പോൾ മ്യൂ ഓഫ് എയർ. ഇത് കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന ഏരിയയാണ്. എൻട്രൻസിൽ ഭയങ്കര പ്രശ്നമാക്കുന്ന സമയമാണ്. കുറച്ച് ചോദ്യങ്ങൾ വരും. അത് ഇപ്പം എന്നെ ഒന്ന് പഠിക്കുക. ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി. മ്യൂ ഓഫ് എയർ ടു ഗ്ലാസ് ഈക്വൽസ് സൈൻ ഐ ബൈ സൈൻ ആർ. ഈക്വൽസ് സൈൻ ഐ എത്രയാണ്? സി. സൈൻ സി. സൈൻ ആർ എത്രയാണ്? സൈൻ 90 ഈക്വൽസ് സൈൻ സി. മ്യൂ ഓഫ് എയർ ഗ്ലാസ്. മ്യൂ ഓഫ് എയർ ഗ്ലാസ്. എയറിലേക്ക് കടക്കുന്നു. എയറിലേക്ക് കടക്കുന്നു എവിടുന്ന്? ഗ്ലാസ്സിൽ നിന്ന്. എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ഈക്വൽ സൈൻ സി.
സാധാരണ നമ്മൾ ഇങ്ങനെയല്ലല്ലോ എഴുതാറ്, mu of glass അല്ല എഴുതുക. അപ്പോൾ നമുക്ക് മറിച്ച് എഴുതാമല്ലോ, 1/mu of glass air. അതിനെയാണ് 1/mu of glass എന്ന് വിളിക്കുന്നത്, ഈക്വൽ സൈൻ സി. നമുക്ക് ബോർഡ് എക്സാമിനേഷൻ ഇത് മതി, സൈൻ സി ഈക്വൽസ് 1/mu of glass. സൈൻ സി ഈക്വൽസ് 1/mu of glass. ഓക്കെ. പക്ഷേ എൻട്രൻസിൽ ലൈറ്റ് വെള്ളത്തിന് എയറിലേക്ക്, എയറിന്ന് വെള്ളത്തിലേക്ക്, ഗ്ലാസ്സിൽ നിന്ന് വെള്ളത്തിലേക്ക്, വെള്ളത്തിൽ നിന്ന് മണ്ണെണ്ണയിലേക്ക് കയറി മാറ്റി മാറ്റിയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതണം, mu of glass. ഈ ഫോമുല നമുക്ക് എഴുതേണ്ടി വരും. എന്ത്? അങ്ങനെ പഠിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. സൈൻ സി ഈക്വൽസ് mu of ആദ്യം ഏത് എഴുതുക? സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. mu of second medium with respect to first medium. സെക്കൻഡ് മീഡിയത്തിലേക്ക് ലൈറ്റ് കിടക്കുന്നു, ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന്. മറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ നേരത്തെ പഠിച്ചു, mu of 2/mu of 1. So you have to remember this formula if you want to win the entrance. Sin C equals mu of second medium by mu of first medium. Sin C equals mu of second medium to mu of first medium. Normally second medium air ആണെങ്കിൽ sin C equals 1/mu of first medium. ആണ് എവിടെ കിട്ടിയത്? Sin C equals 1/mu of glass because the other medium is air. So this is the actual formula. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സബ് കേസ് ആണിത്. എന്ത്? sin C equals 1/mu of glass if light is traveling from glass to air, അല്ലെങ്കിൽ mu of medium if one other side is air. നന്നായി ഈ രണ്ട് ഫോമിൽ നന്നായി പഠിക്കുക. ഏതാണ്ട് ഒരെണ്ണം പഠിച്ചാൽ മതി. If you can, you study this one. mu of C equals sin C equals mu 2/mu 1. അല്ലെങ്കിൽ you can study this sin C equals 1/mu of glass. ഈ ഫോമിൽ ഉപയോഗിക്കുമ്പോൾ ഓർക്കണം, എപ്പോഴും അതർ സൈഡ് എയർ ആയിരിക്കണം. ഓക്കെ. ബോർഡ് എക്സാമിനേഷന് ഗ്ലാസ് ടു എയർ, വാട്ടർ ടു എയർ, ആദ്യം ചോദിക്കാറ് വാട്ടർ ടു എയർ ആണ്. വാട്ടർ ടു എയർ, ഗ്ലാസ് ടു എയർ ഒക്കെയാണ് ചോദിക്കുക. ബട്ട് ദർ വിൽ ബി ഡിഫറൻസ് ഇൻ ദി കേസ് ഓഫ് ഓപ്റ്റിക് ഫൈബേഴ്സ്. അവിടെയൊക്കെ ചില വ്യത്യാസങ്ങൾ വരുമ്പോൾ ഇത് പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് ഇനി നോക്കേണ്ടത്. ഈ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ്റെ അപ്ലിക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ഡെവലപ്പിംഗ് ബ്രാഞ്ച് ഓഫ് ദി ഓപ്റ്റിക്സ്. ആദ്യകാലങ്ങളിലെ ഫിസിക്സിൻ്റെ ഭാഗമായി ഓപ്റ്റിക്സ് നിലനിന്നിരുന്ന കാലത്ത് ടെലസ്കോപ്പുകൾ, മൈക്രോസ്കോപ്പുകൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ഈ ഒരു ബ്രാഞ്ച് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തപ്പോൾ ഇന്ന് ഓപ്റ്റിക്സ് മാത്രമായിട്ട് തന്നെ ഒരു സ്റ്റാൻഡ് അലോൺ ബ്രാഞ്ചായിട്ട് മാറിയിരിക്കുക. ദോസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദി ഹയർ എഡ്യൂക്കേഷൻ, റിസർച്ച് ഡിഗ്രി, സയൻറ്റിസ്റ്റ്, അവർക്കൊക്കെ നല്ല സ്കോപ്പുള്ള ബ്രാഞ്ചാണ്. ഇറ്റ് ഇസ് കോൾഡ് ഫോട്ടോണിക്സ്. ലൈറ്റും അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ, MSc ഇൻ ഫോട്ടോണിക്സ്, PhD ഇൻ ഫോട്ടോണിക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഓക്കെ. ഇതിൻ്റെ അപ്ലിക്കേഷനിൽ നമുക്ക് നോക്കാം. കുറച്ചധികം അപ്ലിക്കേഷൻസ് നമുക്ക് ടെക്സ്റ്റിൽ പറയുന്നൊരു 3-4 അപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നോക്കി വെക്കാം. ഒന്ന്, ദി ടോട്ടൽ റിഫ്ലക്ഷൻ പ്രിസംസ്. ടെക്സ്റ്റ് ഓർഡർ തന്നെ പറയാണ്, ലീസ്റ്റാണ്, പ്രധാനപ്പെട്ട അവസാനത്തേക്ക് പഠിച്ച് വരാനാണ്. ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ചില പ്രിസങ്ങളിൽ കടന്നു പോകുന്ന ലൈറ്റ് എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്ത് മടങ്ങി വരും. ലൈറ്റിന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. ഓക്കെ. അങ്ങനെയുള്ള ചില പ്രിസങ്ങളുണ്ട്. ഒരു 3-4 പ്രിസത്തിൻ്റെ ഫോട്ടോസ് ടെക്സ്റ്റിലുണ്ട്. അത് ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. പടം വരയ്ക്കുകയാണെന്നല്ല, അങ്ങനെ തന്നിട്ട് എന്താ സംഭവിക്കുക എന്നുള്ളത്. കഴിഞ്ഞ മിനിറ്റ് ബോർഡ് എക്സാമിനേഷനിൽ CBSE ബോർഡ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു പ്രിസം തന്നിട്ട് ലൈറ്റ് അകത്തേക്ക് കയറുന്നു, ഇനി പുറത്തേക്ക് ഏത് വഴിക്ക് കിടക്കും? ഒന്നും പഠിക്കാത്തവർ പറയും ഗ്ലാസിൻ്റെ അകത്ത് ലൈറ്റ് കയറുന്ന അപ്പുറത്തേക്ക് കിടക്കും അല്ലേ? കിടക്കില്ല. നോക്കി നോക്കൂ. അതിൽ ഒന്നാമത്തെ സ്കെച്ച്, നിങ്ങൾക്ക് എന്ന പ്രിൻറ്റഡ് മെറ്റീരിയൽ സ്കെച്ചുകളുണ്ട്. 4 പേർ ഞാൻ വരയ്ക്കാം. സപ്പോസ് ദിസ് ഈസ് 90 ഡിഗ്രി ആൻഡ് ദിസ് ഈസ് 45 ഡിഗ്രി. വി കോൾ ഇറ്റ് ആസ് ഇക്വലേറ്റർ പ്രിസം. സാധാരണ പ്രിസത്തിന് 3 ആംഗിളും 60 ഡിഗ്രി ഇക്വലേറ്റർ പ്രിസം. സാധാരണ 3 ആംഗിളും 60 ഡിഗ്രിയാണ് ഇക്വലേറ്റർ പ്രിസം. ഇതങ്ങനെയല്ല, ഒരു ആംഗിൾ 90, 2 ആംഗിൾ 45 ആകുമ്പോൾ ഇറ്റ് ഇസ് കോൾഡ് ഐസോസിലസ് പ്രിസം. ഐസോസിലസ് ട്രയാംഗിൾ, 2 സൈഡ് ഈക്വൽ ആയത്. 3 സൈഡ് ഈക്വൽ ആകുമ്പോൾ ഇക്വലേറ്റർ പ്രിസം, 2 സൈഡ് ഈക്വൽ ആകുമ്പോൾ ഐസോസിലസ് പ്രിസം. അപ്പോൾ ഐസോസിലസ് പ്രിസത്തിലേക്ക് ഒരു ലൈറ്റ് കടത്തി വിടുന്നു. ഇങ്ങനെ ഒരു ലൈറ്റ് വരുന്നു എഴുതുക. ഇങ്ങനെ ഒരു ലൈറ്റ് കടന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും?
ഞാൻ നോർമൽ ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ആംഗിൾ വിൽ ബി 45. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 45. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ആണ്. ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഈസ് 42. ഇപ്പോൾ 42-നേയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ലൈറ്റിന് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. 45-ലാണ് വന്ന് വീഴുന്നത്. എനി റേ പാരലൽ ടു ദി ബേസ് വിൽ എൻ്റർ ഇൻ അറ്റ് ആൻ ആംഗിൾ 45 degree. സോ ഇറ്റ് അണ്ടർഗോസ് എ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ തന്നെ വീണ്ടും ഇറ്റ് വിൽ ഗോ ടു 45 degree. ദിസ് വിൽ ബി 45 degree. ഇതും 45 ആയിരിക്കും, ഇതും 45 ആയിരിക്കും അല്ലേ. ഇത് ബൈസെക്ടറാണ്, 45 ആണ്. ഇത് 45 ആണെങ്കിൽ ദിസ് വിൽ ബി 90 degree. 90 degree ആകുമ്പോൾ എബോവ് ക്രിട്ടിക്കൽ ആംഗിളാണ്, സോറി വെർട്ടിക്കലാണ്. 90 degree മീൻസ് വെർട്ടിക്കൽ. വെർട്ടിക്കലായിട്ട് വരുന്ന നോർമലായിട്ട് വരുന്ന ആൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല, അവർ പുറത്തേക്ക് കിടക്കും, അവിടെ ഒരു സംഭവങ്ങളും ഇല്ല. സോ ലൈറ്റ് ഗോസ് ജസ്റ്റ് ലൈക്ക് ദിസ്. സോ ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ് ടു ഡീവിയേറ്റ് ദി ലൈറ്റ്. ഇങ്ങനെ ലൈറ്റിനെ ഇങ്ങോട്ട് തിരിച്ചു വിടണം. ഈ ലൈറ്റിനെ ഇങ്ങോട്ട് തിരിച്ചു വിടാനായിട്ട് ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ലൈറ്റിനെ തിരിച്ചു വിടാനായിട്ട്. ഓക്കെ, ടോട്ടൽ റിഫ്ലക്ഷൻ്റെ പ്രിസമാണിത്. ഇത് തന്നെ ഒന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സംഭവത്തിലേക്ക് കിടക്കും. ഇതിങ്ങനെ വയ്ക്കുന്നു. ഇവിടെ 90 degree. സോ ഹിയർ ദി 45. അഗൈൻ ദി ഐസോസെലസ് പ്രിസം 90 degree and 45 degree. And a light comes perpendicular to this one. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബി അറ്റ് 45 degree അല്ലേ. ഞാനിവിടെ നോർമൽ വരയ്ക്കുന്നു. ഇയാളുണ്ടാക്കുന്ന ആംഗിൾ 45 degree. 45 degree above the critical angle. So light goes to here. ലൈറ്റ് ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുമ്പോഴും ചെരിഞ്ഞിട്ടാണ് വരുന്നത്. ഇവിടുത്തെ പോലെ 90 ഡിഗ്രിയിലല്ല വരുന്നത്, ചെരിഞ്ഞിട്ടാണ് വരുന്നത്. ചെരിഞ്ഞിട്ട് വരുമ്പോൾ ഉടനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അന്വേഷിച്ചു. ദിസ് ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 degree above critical angle. So light can't go out. Above critical angle എന്നാൽ ലൈറ്റ് പുറത്തെടുക്കാൻ പറ്റില്ല. ലൈറ്റ് ഇതാ ഈ വഴിക്ക് വരും. ലൈറ്റ് റിഫ്ലക്ട്സ് ബാക്ക്. അങ്ങോട്ട് വന്ന ലൈറ്റ് അതേ സ്പീഡ് ഇങ്ങോട്ട് തിരിച്ചു പോരും. കണ്ടുണ്ടോ വിലയെടുത്തത്? എവിടെയും കണ്ടണ്ട? നമ്മുടെ റോഡിൽ പാലത്തമ്മ, സൈക്കിളിൻ്റെ പിന്നിൽ റിഫ്ലക്ടർ, മോട്ടോർ സൈക്കിളിൻ്റെ പിന്നിൽ, കാറിൻ്റെ പിന്നിലൊക്കെ നമ്മുടെ ലൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ തിളങ്ങും. അല്ലെങ്കിൽ അങ്ങൊരു പ്ലാസ്റ്റിക് കഷ്ണ, അത് ഇതാണ് ഈ സാധനം. ആ പ്ലാസ്റ്റിക് പീസിൻ്റെ പിന്നിലെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ തന്നെ ഇങ്ങനെ മോൾഡ് ചെയ്തിരിക്കുക റഫായിട്ട്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഈ ഹമ്പുകൾ, ഇങ്ങനത്തെ ഹമ്പുകൾ ഇതാ ഇങ്ങനെ നിൽക്കുന്നതുമ്മേ പ്ലാസ്റ്റിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുക. ഇതുമ്പോൾ തട്ട് വരുന്ന ലൈറ്റൊക്കെ ഇങ്ങോട്ട് മടങ്ങും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇന്ന് ലൈറ്റ് വന്ന് വീണാൽ അതൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് ഇതിങ്ങനെ ബ്രൈറ്റ് ആയിട്ടൊന്ന് കാണാം. വിൽ ഫീൽ ദാറ്റ് സം ലൈറ്റ് ഈസ് ദെയർ. അങ്ങനെ റിഫ്ലക്റ്റഡ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ്. ലൈറ്റ് റിഫ്ലക്റ്റേഴ്സ് ഇൻ ബൈസിക്കിൾസ്, കാർസ്, അല്ലെങ്കിൽ ബ്രിഡ്ജ്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ടെങ്കിൽ ഇതൊരെണ്ണം വെച്ച് പിടിപ്പിച്ചാൽ മതി അല്ലേ. ഇങ്ങനെ കാണാറുണ്ട്, നിങ്ങൾ സ്ഥിരം കാണുന്ന ഒന്നാണ്. ഓക്കെ, ചെറിയൊരു ഇത് ഇത്രയും മതി ഇതിൻ്റെ അകത്ത്. ഇതുപോലെ തന്നെ വേറൊരെണ്ണമുണ്ട്. വൺ മോർ ടൈപ്പ് sketch you can see in this one. ഇത് രണ്ടാണ് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കാറുള്ളത്. ഈ ടോട്ടൽ റിഫ്ലക്റ്റീവ് പ്രിസത്തിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റാണ്. വേറൊരെണ്ണം കൂടിയുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിസം ഇതേ 90 ഡിഗ്രി പ്രിസം ഇതേപോലെ വയ്ക്കുന്നു. ഒരു ലൈറ്റ് ബീം പാരലൽ ഇങ്ങനെ വരുന്നു, പാരലൽ ടു ദി ബേസ്, ആൻഡ് ഇറ്റ് ഗോസ് ജസ്റ്റ് ലൈക്ക് ദിസ്. Okay, so the angle of incidence will be very high. Total internal reflection നേരത്തെ കിട്ടിയ പോലെ തന്നെ above 42 happens and total internal reflection takes place. ഇവിടെ അത് total internal reflection takes place. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് പോകും. ഇവിടെ വെച്ച് ഇതിനൊരു കുഴപ്പമില്ല, ചെറിയ ആംഗിളാണ് ഫോം ചെയ്യുക. സോ ഇറ്റ് ഗോസ് ജസ്റ്റ് ലൈക്ക് ദിസ്. വന്ന പോലെ തന്നെ അങ്ങോട്ട് മടങ്ങിപ്പോകും. ഈ ആംഗിൾ സോ സെലക്റ്റഡ് ദാറ്റ് ആസ് ഇറ്റ് കംസ് ഇറ്റ് ഗോസ് ഔട്ട്. എന്തിനാണ് പിന്നെ ഉണ്ടാക്കിയത്? പ്രസം വെച്ചില്ലെങ്കിൽ നേരെ പോവില്ലേ അല്ലേ? പ്രസം വെച്ച് നേരെ പോകും, ന്യായമായ ചോദ്യമാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് സപ്പോസ് എൻ ഇമേജ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. ഈ റേ ഇവിടെ എത്തുമ്പോൾ ഇവിടെയാണ്, ഇതാ ഈ മോളിൽ നിന്ന് വന്ന റേ ഇപ്പോൾ താഴെയാണ്. അപ്പോൾ എൻ്റെ ഓബ്ജക്റ്റ് ഇവിടെയാണെങ്കിൽ ഓബ്ജക്റ്റ് ഇസ് ദർ,
the image will be inverted. മറിച്ച് വരയ്ക്കുന്നതാണ് കുറച്ചുകൂടി വൃത്തി അല്ലേ. സപ്പോസ് യു ഹാവ് an object inverted, the image will be upright. അപ്പോൾ നൽകിയിരിക്കും. ഇതിപ്പോൾ എന്തിന് എത്ര വലിയ അത്യാവശ്യം അല്ലേ. നമ്മളൊരു ഓബ്ജക്റ്റ് തലകീഴായിട്ട് കാണുന്നില്ലല്ലോ. നേരെ നോക്കിയാൽ നേരെ കാണില്ലേ. നേരെ നോക്കിയാൽ നേരെ ഇങ്ങോട്ട് കണ്ടുകൂടെ. പ്രസം വെച്ച് തലതിരിക്കേണ്ട കാര്യമില്ലല്ലോ. When we are using certain type of telescope, binoculars, high power binoculars, in the binocular system, നമ്മൾ ആ ചാപ്റ്റർ പഠിക്കും we will get an inverted image. ടെലിസ്കോപ്പിൽ ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് തൊട്ട് ബൈനോക്കുലേഴ്സ് വരെയുള്ള എല്ലാ തരം ടെലിസ്കോപ്പുകളിലും ബൈനോക്കുലേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തുള്ള കാണാൻ, അകലുള്ള കാണാനായിട്ട്, അവിടെയൊക്കെ ഇൻവെർട്ടഡ് ഇമേജാണ് ഫോം ചെയ്യുക. 2 lenses are they are using 2 lenses we will get an inverted image. ബൈനോക്കുലേഴ്സ് നോക്കിയിട്ട് തലതിരിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും അല്ലേ. അകലെ പോണ ഒരാളെ നമ്മളിങ്ങനെ നോക്കുക, അയാൾ എന്താ ചെയ്യണമെന്ന് തലതിരിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ കോസ്റ്റ്ലി ബൈനോക്കുലേഴ്സിൽ യൂസിങ് സം മെക്കാനിസം ഇറ്റ് ഈസ് അഗൈൻ ടു ബി ഇൻവെർട്ടഡ്. അതിന് ഉപയോഗിക്കുന്ന ഒരു മെത്താണ് സിംപ്ലി പാസസ് ത്രൂ ദിസ് ടൈപ്പ് പ്രിസം, അഗൈൻ ഇറ്റ് വിൽ ബി ഇൻവെർട്ടഡ്. അപ്പോൾ നേരെ കാണാം. പിന്നെ ഈ മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഇമേജിനെ ഇൻവെർട്ടഡ് ഇമേജിനെ നേരെയാക്കി കാണിക്കാനായിട്ട് ഈ പ്രിസങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് ജനറലി പറയാവുന്ന ഒരു കാര്യത്തിലുള്ള ഇവിടെ എന്താണ്, ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം. വി ആർ യൂസിങ് ദി ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം. അടുത്തത് ഇതിൻ്റെ മറ്റൊരു അപ്ലിക്കേഷൻ എന്താ പറയുക, തമാശയിൽ പറയാറുണ്ട്, ഈ കുളത്തേ കിടക്കുന്ന തവള അല്ലേ. കിണറ്റേ കിടക്കുന്ന തവളയ്ക്ക് പുറം ലോകം അധികം വിശാലമായിട്ടൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയും. ചിലർ പുറം ലോകത്ത് അധികം കാണാത്ത പറയും കിണറ്റേ കിടക്കുന്ന പൊട്ടക്കുളത്തേ കിടക്കുന്ന തവള പോലെയാണ്, പുറത്തേക്ക് കാണുന്നില്ല, മുഴുവൻ കാര്യങ്ങളും കാണുന്നില്ല എന്ന് പറയും. പക്ഷെ അതിന് കുറച്ച് സയൻസ് ഉണ്ട്. ഈ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു തവളയ്ക്ക് ആകാശം മുഴുവൻ കാണാൻ പറ്റില്ല. ആകാശം മുഴുവൻ കാണാൻ പറ്റില്ല എന്ന്. ഇതാ വെള്ളത്തിൻ്റെ അടിയിൽ ഇവിടെയായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്, ഒരു സ്വിമ്മർ, അണ്ടർ വാട്ടർ സ്വിമ്മർ, അല്ലെങ്കിൽ ഒരു തവള, ഇതൊക്കെ വിട്ട് ചിലത്തിൽ ഭംഗിക്ക് ഇവിടെ കിട്ടുന്നൊരു ലൈറ്റ്, ആ ലൈറ്റിൽ നിന്ന് വരുന്ന വെളിച്ചം പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾ പുറത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും. ഇങ്ങനെ നോക്കിയാലും നേരെ കാണാം, സംശയമൊന്നുമില്ല, നേരെ കാണാം. ഇങ്ങോട്ടൊന്ന് ചെരിഞ്ഞ് നോക്കിയപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫോം ചെയ്യണം. വെള്ളത്തിൽ നിന്ന് എയറിലേക്കാണ്, വാട്ടർ എയറാണ്, അപ്പോൾ ഡീവിയേറ്റ് ആണ് ചെയ്യുക, അകലങ്ങളിലേക്ക് പോകും. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് സ്ട്രേറ്റ് ഇറ്റ് ഗോസ് ജസ്റ്റ് ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആളെയും കാണാൻ പറ്റും, പക്ഷേ if the angle, this angle is greater than critical angle, 49 ഡിഗ്രി വന്നാലേ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ മുകളിലാണെങ്കിൽ അത് അങ്ങോട്ട് കിടക്കില്ല. മനസ്സിലായോ? ആ ലൈറ്റ് ഇങ്ങോട്ട് മടങ്ങി വരും. ടോട്ടൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഇയാൾക്ക് ഇവിടെയുള്ള ഒരു സർക്കിളെ കാണാൻ പറ്റുള്ളൂ എന്ന്. വളരെ അടിയിൽ നോക്കിയാൽ മോൾ വശം ഒരു സർക്കിളെ കാണാൻ പറ്റുള്ളൂ. സർക്കിളിൻ്റെ അപ്പുറത്തേക്ക് ലൈറ്റുകൾ പോകില്ല, ലൈറ്റൊക്കെ തിരിച്ചു വരും. അത് പറയുന്നത് ആകാശം മുഴുവൻ കാണാൻ പറ്റില്ല, ആകാശത്തിൻ്റെ ഒരു വട്ടം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഒരു ബൾബ് കത്തിച്ചാൽ ബൾബിൽ നിന്ന് പുറത്ത് വരുന്ന ലൈറ്റ് ഇങ്ങനെ എല്ലായിടത്തേക്കും ലൈറ്റ് പോകുന്നു വിചാരിക്കേണ്ടെന്ന്. ഇവിടുത്തെ ലൈറ്റൊക്കെ നേരെ പോകും, പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ലൈറ്റ് അങ്ങോട്ട് കടക്കില്ല. അതിൻ്റെ അർത്ഥം മുകളിൽ ഇങ്ങനൊരു കറക്റ്റ് റിങ്ങാണ് ഫോം ചെയ്യുക, ഒരു റിങ്ങാണ് ഫോം ചെയ്യുക. ആ റിങ്ങിൻ്റെ മുകളിലേക്കുള്ളത് ഒന്നും ആ റിങ് കാണാൻ പറ്റില്ല. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ലൈറ്റ് ഒരു റിങ് പോലെ ഇവിടെ കാണാൻ പറ്റില്ല. ഇത്രയും സ്ഥലത്ത് മാത്രമേ വെളിച്ചുണ്ടാക്കുള്ളൂ എന്ന്. അല്ലാതെ നമ്മൾ എയറിൽ നോക്കി ഇവിടെ ഒരു ബൾബ് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു ബൾബ് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും വെളിച്ചുണ്ട്, അല്ലെങ്കിൽ മുറി മുഴുവൻ വെളിച്ചുണ്ട്. പക്ഷേ വെള്ളത്തിനിടയിൽ ബൾബ് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കോണിക്കൽ ഷേപ്പ്, ദെൻ സ്ട്രേറ്റ് ഷേപ്പ്, എ കോണിക്കൽ പില്ലർ ആൻഡ് എ സർക്കുലർ പില്ലർ. അതിൻ്റെ പുറത്തേക്ക് ആ വെളിച്ചം കടക്കില്ല, സ്പ്രെഡ് ചെയ്യില്ല. ഇതൊക്കെ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷനാണ് കാരണം. അത് കാരണം ഇങ്ങനെ നമ്മൾ സാധാരണ പറയേ, ഈശ്വരൻ ഈ മീനുകളൊക്കെ ഉണ്ടാക്കി, ഇപ്പോൾ ഇത് വലിയ പ്രശ്നത്തിലുണ്ടാക്കിയിരിക്കുന്നത്. മീനിനെ